ഹലോ, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇസ്രായേലിലെ അപ്ഡേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോ കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ കുറച്ചു പേര് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ അഗ്രികൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചിട്ട് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സാലറി എങ്ങനെയാണ്, അതുപോലെ അതിന് ഇങ്ങോട്ട് വരുന്നതിന്റെ കോസ്റ്റ് എങ്ങനെയാണ്, അതിന് എവിടെയായിരിക്കും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കിനും ഒരു ഓൾമോസ്റ്റ് ഒരേ ഫീ ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാനായിട്ട്, നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഒരേ ഫീ ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ചിലര് പറയുന്നത് അവിടെ എല്ലാം ചിലർക്ക് ഈ ഡൽഹി ആ ഭാഗത്തൊക്കെ പോയിട്ടാണ് അതിന്റെ ഇന്റർവ്യൂ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെയും ഇതുപോലെ ഞാൻ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെതായ ക്ലിയറൻസ് വരുത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ പിന്നെയും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോ നിലവിൽ ഇങ്ങനെയാണ് എനിക്കറിയാവുന്നത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിച്ച് അതിനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുക, റൈറ്റ് ആയിട്ടുള്ള ഏജൻസി അതുപോലെ ഏജന്റ് കണ്ടെത്തിയിട്ട് മാത്രമേ നിങ്ങൾ കാശ് കൊടുക്കാവുള്ളൂ. അത് നന്നായിട്ട് ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. കാരണം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കുമ്പം ഒരിക്കലും നമുക്ക് കാശ് കൈ കിട്ടത്തില്ല, അല്ലേ? അപ്പൊ ആ കാശ് വെറുതെ കൊണ്ട് ആർക്കെങ്കിലും കൊടുത്ത് പറ്റിക്കപ്പെടാതെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് നല്ലവരായ ആൾക്കാരുടെ കയ്യിൽ കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ അത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നല്ല ആൾക്കാരെ, നല്ല ഏജൻസിയൊക്കെ ചൂസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നോക്കുക. ഏതെങ്കിലും ഏജൻസിയെയോ ഏതെങ്കിലും ഏജന്റിനെയോ പരിചയപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആളല്ല. കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യത്തുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇവിടെ വരുന്നതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പം 7-8 വരെയൊക്കെ പ്രതീക്ഷിക്കാം. എന്നുവെച്ചാല് 7-8 വരെയൊക്കെ പ്രതീക്ഷിക്കാം, 8 ലക്ഷമൊക്കെ പ്രതീക്ഷിക്കാം ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മണിക്കൂർ ബേസിലാണ് കേട്ടോ ശമ്പളം വരുന്നത്. ഈ 2 വർക്കിനും മണിക്കൂർ ബേസിലാണ് ശമ്പളം വരുന്നത്. അപ്പൊ അതിൽ ലീവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പൈസ കട്ട് ചെയ്യും അവര്. പിന്നെ എനിക്ക് തോന്നുന്നു ഫുഡ് നമ്മൾ തന്നെ ആയിരിക്കും. കൺസ്ട്രക്ഷൻ വർക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ വർക്കിനും ഫുഡ് നമ്മളുടെ കൈമണി കൊണ്ട് തന്നെ നമ്മൾ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കണം. അതുപോലെ പിന്നെ താമസ സൗകര്യമൊക്കെ അവർ തന്നെ തരും. അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യമുള്ളത്. നിലവിൽ ഇങ്ങനെയാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശമ്പളം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ചെലവെല്ലാം പോയിട്ടൊരു 80 എന്നൊക്കെ അങ്ങനെ പറയാം എന്നാ ഇത്. അപ്പം അതും നമ്മളുടെ ലീവ് അതുപോലെ ഇവിടത്തെ എന്ന് വെച്ചാൽ ഇവിടത്തെ ലീവ് കാര്യങ്ങൾ പോലെയും, അതുപോലെ നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ശമ്പളം കൂടിയും കുറഞ്ഞും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോ ഈ 2 കാറ്റഗറിയിലും ഓൾമോസ്റ്റ് ഒരേ സാലറി തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരേ ഫീ തന്നെയായിരിക്കും ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പൊ എല്ലാവരും കെയർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊടുക്കുക. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ പൈസ കൊടുത്തിട്ട് പറ്റിക്ക വിട്ടുപോയി, ഇനിയിപ്പോ എന്താ ചെയ്യുക, അവരെങ്ങനെയാ കണ്ടെത്തുക, എങ്ങനെയാണ് ആ കാശ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിഷമിച്ചിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയാത്ത ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയാൻ പറ്റുന്നത്? അപ്പോ ഏജന്റ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടും ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഏജന്റ് അല്ല, അങ്ങനെ പ്രവർത്തിക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഞാൻ അത് ചെയ്യത്തില്ല. അപ്പോ സോറി. നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുക, അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതാണ് കുറച്ച് അപ്ഡേഷൻ. ഈ ഒരു അപ്ഡേഷൻ തരാനായിരുന്നു, ചെറിയൊരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്, ഇപ്പം നേരത്തെ ഇട്ട വീഡിയോയിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ കമന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ കമന്റുകൾ, സംശയങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. ഞാൻ എന്നാൽ ആവുന്ന വിധം എനിക്കറിയാവുന്നത് പോലെ ഞാൻ കമന്റിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഞാൻ ഇടുന്ന
വീഡിയോസ് കാണാനും അതുകൊണ്ടുള്ള ഒരു ഉപകാരം കിട്ടാനും ചാൻസ് ആണ്. അപ്പോൾ താങ്ക് യു ഓൾ. ബൈ ബൈ.